കല്യാണത്തിന് പോയാൽ ചില കല്യാണങ്ങളുടെ മുമ്പ് ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടോ ഒരു സ്ഥലത്ത് നിന്ന് ഗേറ്റിന് മുമ്പ് നമ്മൾ മടങ്ങിയത്. സത്യം. എനിക്കത്തരം സ്ഥലത്ത് പോകുമ്പോൾ ഭയമാണ് ഉണ്ടാവുക. എനിക്കൊരു പേടി വരും. ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ പഠിപ്പിച്ചതാണ്. ധാരാളിത്തത്തെ കാണുമ്പോഴുള്ള ഒരു ഉൾഭയം. ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു. ഉപ്പയാണ് ഇന്നും എൻ്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി. ഞാൻ ഇന്ന് ചെറുപ്പക്കാരോട് പറയും, ചോറ് തിന്നുന്നതിനിടയിൽ ഒരു വറ്റിപ്പ് അവിടെ നിലത്ത് കൊഴിഞ്ഞു പോയാൽ ഞാനത് പെറുക്കി തിന്നും. അത് ആളുകൾ ചവിട്ടി പോകുന്ന നിലമാണെന്ന് അറിഞ്ഞാലും ഞാൻ പെറുക്കി തിന്നും. എന്താ കാരണം? ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ വളരെ കാർക്കശ്യക്കാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. എൻ്റെ ആദ്യ ഗുരു എൻ്റെ ഉപ്പയാണ്. എൻ്റെ ആദ്യ പാഠശാല എൻ്റെ വീടാണ്. അപ്പോൾ ഒരു ചോറുന്നതിനിടയിൽ ഇപ്പം അപ്പുറത്തിരിക്കും, നമ്മൾ ഇപ്പുറത്തിരിക്കും. അങ്ങനെയാണ് ചെറുപ്പത്തിൽ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. കസേരമേശയൊന്നുമല്ല, തറയിൽ സ്വപ്പറൊക്കെ വിരിച്ചിട്ടാണ്. പഴയ രീതിയാണ്. അതിൻ്റെ ഒരു സ്നേഹമൊക്കെ വേറെയാണ്. ഇതൊക്കെ ഒന്ന് ഓർക്കണം. ഇതൊക്കെ നഷ്ടപ്പെട്ടത് നല്ലതിനാണോ എന്ന് ആലോചിക്കണം. അത് തന്നെ എനിക്ക് പ്രവാസി സംഗമത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ചോറുന്നതിനിടയിൽ വറ്റ് താഴേക്ക് വീണാൽ ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ വറ്റ് താഴേക്ക് വീഴും. അപ്പോൾ സ്വതവേ വലിയ കാർക്കശ്യക്കാരനായ എൻ്റെ വന്യപിതാവ് ആ സമയത്തൊന്നും പറയില്ല, ശാസിക്കൊന്നും ചെയ്യില്ല. ഒരു നോട്ടമാണ്. ആ നോട്ടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളണം, വറ്റ് താഴെ വീണിരിക്കുന്നു. പെറുക്കി തിന്നാനുള്ള കൽപ്പനയാണ് ആ നോട്ടം. ആ വറ്റ് ഞാൻ താഴെ വീണത് പെറുക്കി തിന്നുന്നത് വരെ ഉപ്പ എന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ വരെ എൻ്റെ ആതിഥേയരോട് ഞാൻ പറയും, വല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവനവന് കഴിക്കുന്നത് മാത്രം ഓർഡർ ചെയ്യൂ, പ്ലേറ്റിൽ ബാക്കി വെച്ച് പോകാൻ ഓർഡർ ചെയ്യരുത്. നിനക്ക് വേണോ എന്നാ നീ ഓർഡർ ചെയ്തോ, എല്ലാം കൂടിയും വേണ്ട. ഈ രീതിയിലുള്ള ധാർമ്മികമായിട്ടുള്ള ബോധനങ്ങൾ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് ആർഭാടത്തിനെതിരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചില കല്യാണങ്ങളുടെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകണം. ഞാൻ ഈ അടുത്ത കാലത്തൊരു യൂട്യൂബ് കണ്ടു. എനിക്ക് പേടിയാണ് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ. കാറുകൾ നിർത്താനൊരു മൈതാനി, ഒരു വിവാഹത്തിൽ മീന് ലൈവായിട്ട് ഒരു മൈതാനി, മീനിങ്ങനെ കാണിക്കുകയാണ് ഈ യൂട്യൂബർമാർ. പച്ച മീൻ മാർക്കറ്റ് പോലും അല്ല, ഒരു കല്യാണത്തിൻ്റെ സ്ഥലമാണ്. എനിക്ക് പേടിയാവുകയാണ്. ദൈവഭയം, പാവങ്ങളോടുള്ള എന്നും ഉണ്ടായിരിക്കേണ്ട പ്രതിബദ്ധത, മനുഷ്യ സമൂഹത്തെ നിർമ്മിച്ച പാവങ്ങൾ, തൊഴിലെടുക്കുന്നവർ, സാധുക്കൾ, ദരിദ്രന്മാരാണ് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതെന്നാണ് ലോകത്ത് വലിയ ആളുകളൊക്കെ പറഞ്ഞത്. മുതലാളിമാരല്ല. അതാണ് അമർത്യാസെന്നിൻ്റെ എക്കണോമിക്സ്. അങ്ങനെയാണ് പച്ചക്ക് പറയുന്നത് അമർത്യാസെൻ. അമർത്യാസെൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ മഹാപ്രതിഭയാണെന്ന് നമ്മൾ ഓർക്കണം. പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഭക്ഷണം വിളമ്പി കൊണ്ടെന്ന് തരുന്ന, ഭക്ഷണമുണ്ടാക്കിയ ആ മനുഷ്യനെ നീ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. കാരണം നീ കഴിക്കുന്ന അന്നത്തിൻ്റെ ചൂടും അത് പാകം ചെയ്യുമ്പോഴുള്ള കഷ്ടപ്പാടും ആദ്യമറിഞ്ഞത് അവനാണതുണ്ടാക്കിയത്. അവനെ നീ കൂടെ ഇരുത്തണം. ഇതിനേക്കാളും വലിയൊരു സോഷ്യലിസം ഇല്ല, ഇതിനേക്കാളും വലിയൊരു മനുഷ്യ സമത്വമില്ല, ഇതിനേക്കാളും വലിയ സാമ്പത്തിക സാഹോദര്യമില്ല. എക്കണോമിക് ബ്രദർഹുഡ്, അതാണെന്ന് വേണ്ടത്. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ആവശ്യം എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പോലുമല്ല ഞാൻ പറയാ, ബ്രദർഹുഡ്, സാമ്പത്തിക സാഹോദര്യം. അതൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്.
ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടി സംസാരിക്കുന്നില്ല. ഇന്ന് എന്താണ് പറയേണ്ടത് എന്ന് പറയേണ്ടത് എനിക്ക് തോന്നുന്നു, നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ ഈ നാടിൻ്റെ ശില്പികളാണ്. ഇത് ഞാൻ പ്രവാസികളുടെ സമ്മേളനത്തിൽ പോയിട്ട് മാത്രം പറയുന്ന ഒരാളല്ല. ഇത് ഞാൻ എത്രയോ തവണ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിയമസഭാംഗമായിരുന്ന പലപ്പോഴും നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജ്യസഭയിൽ അംഗമായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ആർക്കിടെക്ട്സ് ഓഫ് അവർ എക്കോണമി അത് പ്രവാസികളാണ്. അടുത്ത കാലത്തെ കേരള സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 50 കൊല്ലക്കാലത്തെ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 10-40 കൊല്ലക്കാലത്തെയെങ്കിലും സാമ്പത്തികമായ വികാസവും സാമൂഹികമായ പുരോഗതിയുടെയും പിന്നിലുള്ള യഥാർത്ഥ ശില്പി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പോലുമല്ല, പ്രവാസി സമൂഹമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഗവൺമെൻറ്റുകളുടെ പ്രാധാന്യം കുറച്ച് കാണിക്കല്ല. ഭരണകൂടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവർ ചെയ്യേണ്ടത് ഏത് കാലത്തും ചെയ്യണം, അവരതിന് ബാധ്യസ്ഥരാണ്. പക്ഷെ പ്രവാസികൾ അങ്ങനെയല്ല. അവർ കുടുംബം പുലർത്താൻ പോയപ്പോഴാണ് നാട് കെട്ടിപ്പടുത്തത്. അവർ കുട്ടികളെയും മക്കളെയും വിദ്യാഭ്യാസം മാത്രമല്ല നോക്കിയത്, അവർ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നോക്കിയത്. അവരവരെ മക്കളെ മാത്രമല്ല ശ്രദ്ധിച്ചത്. അവരെ കൊണ്ടാണ് ഇവിടെ ഇന്ന് നടക്കുന്ന പല രോഗചികിത്സാ പ്രവർത്തനങ്ങളും സംരംഭങ്ങളും വരെ അവരുടെ സംഭാവനകളാണ്. അത് മറക്കാൻ കഴിയാത്തൊരു നന്ദി അവരോട് ഈ സമൂഹം എന്നും കാട്ടണം. പ്രവാസിയെ സല്യൂട്ട് ചെയ്യണം. പ്രവാസിക്ക് ആദ്യം നൽകേണ്ടത് ബഹുമാനമാണ് എന്നാണ് ഞാൻ പറയാറുള്ളത്. കസ്റ്റംസ് മുതൽ വിമാനത്താവളം മുതൽ പോകുന്നിടത്തും തിരിച്ചു പോകുന്നിടത്തും പ്രവാസി എന്ന ഇന്ത്യൻ പൗരനെ, ഭാരതീയനെ, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നാടിൻ്റെ ശില്പികളെ, that has to be acknowledged, recognized, and they are to be honored. അവർ ബഹുമാനിക്കപ്പെടുക എന്നുള്ളതാണ്, പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് സംബന്ധിച്ചുള്ള പല വേദനകളും മാത്രമല്ല, ആ വേദനകൾ പരിഹരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും എന്നെപ്പോലുള്ളവർ എനിക്കിവിടെ എടുത്തു പറയാനുണ്ടാവും. ഞാൻ അങ്ങനെ ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സംസാരം ഉപസംഹരിക്കാൻ വിചാരിക്കുകയാണ്. ഉണ്ണി സാഹിബ് അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനതിൻ്റെ എല്ലാം പ്രാധാന്യം അടിവരയിട്ട് പറയുന്നു. അതേ ഊന്നി പറഞ്ഞ 2 കാര്യം, ഒന്ന് വിദ്യാഭ്യാസവും ഒന്ന് ചികിത്സ പോലുള്ള ആശ്വാസ പ്രവർത്തനങ്ങളുമാണ്. വിദ്യാഭ്യാസം മുഴുവനായി എന്ന് പറയാറായിട്ടില്ല, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ, ഞാനിപ്പോൾ ഈ പഴയ മാതിരി എല്ലായിടത്തും പോയിട്ട് പഠിക്കാൻ വേണ്ടി പ്രസംഗിക്കാറില്ല. നിങ്ങളൊക്കെ പഠിക്കി, നിങ്ങളൊക്കെ കോളേജിൽ പോയി, ഞാൻ പറയാറില്ല. അത് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു തീരുമാനമെടുത്തു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരെ വളരെ സാഹസപ്പെട്ടാണ് തീരുമാനിച്ചത്. A+ കിട്ടിയ കുട്ടികളെ ഓണർ ചെയ്യുന്ന പരിപാടികളിൽ പോകേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. സാധാരണ പതിവായിട്ട്, ഒന്നാമതായിട്ട് സമയമല്ല, 100 പണിയാണ്. പാർലമെൻറ്റ് കഴിഞ്ഞാലും മണ്ഡലം, ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. ഡേ ടു ഡേ നമുക്ക് ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ എല്ലാ സ്കൂളിലും നടന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, പിന്നെ സ്നേഹിച്ചിട്ട് വിളിക്കുന്നതാണ്. എനിക്കിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കര വേസ്റ്റ് പോലെ തോന്നി. ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി. ഞാൻ ആരോട് ചോദിക്കും, എന്തിനാ ഈ മാർക്ക് കിട്ടിയവരെ ബഹുമാനിക്കണത്? മാർക്ക് അനുമോദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ? മാർക്ക് അപ്രധാനമാണ് എന്നല്ല ഞാൻ പറയണത്. അതാണോ സമൂഹത്തിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നം? കുട്ടികൾക്ക് മാർക്കില്ലാത്തതാണോ?
എങ്കിൽ നമ്മൾ ജീവിക്കുന്നത് 25-30 കൊല്ലം പിറകിലാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്നത്തെ കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ കണ്ണു തുറന്ന് കാണൂ, ക്യാമ്പസുകളിലേക്ക് നോക്കൂ, മാർക്കുകാരെയും പഠിപ്പുള്ളവരെയും വിലയിരുത്തൂ. അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥമായ പ്രശ്നം, അവരിലൂടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന മാറാവ്യാധികൾ. പല കോളേജ് നടത്തുന്നവരും ഇവിടെ ഉണ്ടാവും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മുഹമ്മദ് അലി സാഹിബ് മുതൽ അബൂബക്കർ സാഹിബ് മുതൽ പലരും ഉണ്ടാവും, എനിക്കറിയുന്നവരും അറിയാത്തവരൊക്കെ. വളരെ കഷ്ടപ്പാടാണ്. എന്നോട് ചില പ്രിൻസിപ്പൽമാരും മാനേജർമാരും, ഇന്നലെയും ഞാനൊരു സ്ഥലത്ത് പോയി, അപ്പോൾ ഒരു കോളേജിൻ്റെ സെക്രട്ടറി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? വലിയൊരു ആർട്സ് കോളേജാണ്, ധാരാളം കുട്ടികൾ പഠിക്കുന്ന. അവിടുത്തെ ചില കഥകൾ വേദനയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കൽ. എന്താ സമദാനി സാഹിബയൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴത്തൊരു തലമുറയല്ലേ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് സീതി സാഹിബിൻ്റെ കാലത്ത്, ഡോക്ടർ PK അബ്ദുൽ ഗഫൂറിൻ്റെ കാലത്ത്, സാവാൻകുട്ടി സാഹിബിൻ്റെയും പ്രൊഫസർ V മുഹമ്മദ് സാഹിബിൻ്റെയും കാലത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ വരി, പഠിക്കണം എന്ന് പറഞ്ഞിരുന്ന പോലെ അവിടുന്ന് വണ്ടി മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി ആരും കോളേജ് തുടങ്ങണ്ട, പഠിപ്പ് വേണ്ട, ഒക്കെ തികഞ്ഞൊന്നുമല്ല ഞാൻ പറയണത്. ന്യൂനപക്ഷ സമൂഹത്തിന് ഇനിയും വിദ്യാഭ്യാസം അവരുടെ അജണ്ടയിൽ സുപ്രധാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, പ്രത്യേകിച്ചൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. പക്ഷെ കേരളം പോലുള്ളൊരു പ്രദേശത്ത് ഇന്ന് നമ്മെ അലട്ടുന്ന അടിസ്ഥാന പ്രശ്നം അതാണോ? കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ, നിങ്ങളൊക്കെ പ്രവാസികളല്ലേ, ഞാൻ അടുത്തൊരു പരിപാടിക്ക് പോയിരുന്നു അവിടെ. അപ്പോൾ ഒരു ഹോട്ടൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എൻ്റെ ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പോയി. നല്ല ഹോട്ടൽ, വലിയ റെസ്റ്റോറൻറ്റ്. ഈ ഹോട്ടല് നല്ല പുതുക്കി നന്നായി മനോഹരമായി പുനർനിർമ്മിച്ചതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹോട്ടലാണെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിന് ഇപ്പോൾ ഒരു ഉദ്ഘാടനം? അവർ പറഞ്ഞു, നിന്നുപോയി, ഇപ്പോൾ വീണ്ടും തുടങ്ങിയതാണ്. എന്തേ നിന്ന് പോയത്? എല്ലാവരും ഡ്രഗ് അഡിക്റ്റുകളാണെന്ന് കണ്ടെത്തി. പണിയെടുക്കുന്ന സ്റ്റാഫ് ഒന്നടങ്കം. പൂട്ടല്ലാതെ നിർവാഹമുണ്ടായില്ല. ഒക്കെ നാട്ടിൽ നിന്ന് പോയ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. ഞാനിങ്ങനെ വളരെ, എനിക്കത് അറിയുന്ന കാര്യമാണെങ്കിലും ഈ പ്രാക്ടിക്കലി പ്രയോഗരംഗത്ത് അനുഭവസ്ഥർ പറയുമ്പോൾ അതിൻ്റെ മൂർച്ച കൂടും. അതിൽ ഒരു കേസ് എന്നോട് പറഞ്ഞു, ഒരുത്തനെ അവിടെ വെച്ച് പിടിച്ചു. 45 കൊല്ലമാണ് ദുബായിൽ അവന് ശിക്ഷ വിധിച്ചത്. 45 കൊല്ലത്തെ തടവ് ജീവിതം. വീട്ടിൽ നിന്ന് വിളിച്ച് നിലവിളി തുടങ്ങി. ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ സഹോദരനോട് പറയണം. അത് എന്നോട് ഇത്രയും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. സമദാനി സാഹിബ് ഇത് പറയണം നാട്ടിൽ പോയിട്ട്. ഇതാണ് നമ്മുടെ യുവസമൂഹം. കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ, 6 മാസത്തിനിടയിൽ ഒരുപാട് മാതാക്കൾ കൊല ചെയ്യപ്പെട്ടു, നമ്മളിന്ന് നിൽക്കുന്ന ഈ ജില്ലയിലടക്കം. അതിലൊരു മാതൃഹത്യ, മാതാവിനെ കൊല്ലുന്നത് ഞാൻ ഖത്തറിൽ ഒരു പരിപാടിക്ക് പോയ സമയത്താണ്. ഒരു 5-6 മാസമായി കാണും. ഖത്തറിൽ ഞാൻ പോയത് പ്രശസ്ത നടൻ നമ്മുടെ സലീം കുമാറുമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു പരിപാടി. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ അദ്ദേഹം പല സാമൂഹിക വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട്. നടൻ എന്നതിലുപരി വളരെ വലിയ സാമൂഹിക ബോധം പ്രകടിപ്പിക്കുന്ന ഒരു കലാകാരനാണ് സലീം കുമാർ. അതാണ് പ്രധാനം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാമൂഹിക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും
അതിലിടപെടുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായിത്തീരുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴാണ് അതിൽ ഒരു കൊലപാതകം നടക്കുന്നത്, മാതാവിനെ കൊന്നത്. അത് ഈ ജില്ലയിലാണ്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഇരുന്നു. ഞാൻ ഈ അമ്മ പ്രസംഗം നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ട് കാണും. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം അമ്മ പ്രസംഗമാണെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷോപലക്ഷം ആളുകളിത് കേട്ടിരിക്കുന്നത് പല പല സൈറ്റുകളിലും. എൻ്റെ സുഹൃത്ത് മോഹൻലാലിൻ്റെ മാതാവാണ് അതിന് വന്നിട്ട് വിളക്ക് കൊളുത്തിയത്. അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും കണ്ണ് നിറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അത് കാരണം എൻ്റെ പ്രസംഗമൊന്നുമല്ല. ആളുകൾ വിചാരിക്കും ഇതെന്തോ വലിയ പ്രസംഗം. ഒരു പ്രസംഗമില്ല അതിൽ. എൻ്റെ ഉമ്മയാണ് അതിന് കാരണക്കാരൻ. എൻ്റെ ഉമ്മയാണ് അതിലെ കാരണക്കാരി. എൻ്റെ ഉമ്മ എനിക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും, ചിലർക്ക് ഏറിയും കുറഞ്ഞു ഇരിക്കും. എല്ലാവർക്കും ഇപ്പോൾ മാതാപിതാക്കളോട് സ്നേഹമില്ല എന്ന് ചോദിച്ചാൽ അതൊക്കെ പല തോതിലാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഓരോ ആഴ്ചയും വീട്ടിൽ പോയാൽ, ലീവിന് പോയാൽ ഉമ്മയുടെ കൂടെയാണ് കിടക്കുക. കുറച്ച് നേരം അങ്ങനെ കിടക്കും, വെറുതെ ഉറങ്ങാൻ മാത്രമല്ല. ചിലപ്പോൾ ഉമ്മയുടെ വയറ്റത്തൂടെ കൈയിട്ട് അങ്ങനെ കിടക്കും, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ. അങ്ങനെ തന്നെയാണ് ഉമ്മ മരിച്ചത്. അതൊരു ചെറിയ പെരുന്നാൾ ദിവസമാണ്. ഉമ്മ ഛർദ്ദിച്ച രക്തമായിരുന്നു എൻ്റെ ഉടുപ്പിലുടനീളം. ഇതൊക്കെ മലയാളികൾക്കറിയാം, കാരണം വിപുലമായി മലയാളികൾ ഇത് കേട്ടിട്ടുണ്ട് എൻ്റെ സംസാരങ്ങളിലൂടെ. എത്ര ആളുകൾ എന്നോട് ചോദിക്കും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ, ഉമ്മ മരിച്ചതിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടെന്നൊക്കെ എൻ്റെ പല സമുദായങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾ പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ അകത്തിരുന്ന് ഒരു മാതാവിന് വേണ്ടി നമുക്കൊരു തേങ്ങൽ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഉള്ള ഞാൻ എൻ്റെ വീട്ടിൽ അല്ല, ഈ ഖത്തറിലെ താമസ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു. രാവിലെ കുറേ നേരം ഇരുന്നു ഈ മാതാവിനെ കൊന്ന സംഗതി. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കൊല നടത്തിയ വ്യക്തി പറഞ്ഞൊരു വാക്ക് നമുക്കിത് കിട്ടുമല്ലോ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അത് ഈ കൊലപാതകത്തേക്കാൾ എന്നെ അലട്ടി. അവൻ പറഞ്ഞത്, അവൻ പഠിക്കാൻ പോയവനാണ് ബാംഗ്ലൂരിലേക്ക്. മാതാപിതാക്കൾ പഠിക്കാൻ പറഞ്ഞയച്ചതാണ്. അവനൊരു ദിവസം നാട്ടിൽ വന്നൊരു കത്തിയൊക്കെ വാങ്ങി മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചു. മാതാവിനെ കൊന്നു. കൊന്നിട്ടവൻ പറഞ്ഞു, ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. അതിന് മുമ്പിൽ ഈ സദസ്സൊരു മൗനം അവലംബിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും സ്വന്തം മാതാവിനെ ഓർത്തിട്ട് ഒരു നിമിഷം. പീറ്റർ അഡ്മിറലിൻ്റെ വലിയൊരു പ്രസംഗമുണ്ട്. പീറ്റർ അഡ്മിറൽ വലിയ ആംഗ്ലേയ എഴുത്തുകാരനാണ്. ഒരച്ഛന് രോഗം ബാധിച്ചു. അച്ഛൻ്റെ രോഗം മാറുന്നില്ല. അച്ഛനെ ദയാവധം ചെയ്താലോ എന്ന് ആലോചിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ കോടതിയെ ആ മകൻ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സമീപിച്ചു. കോടതി അനുമതി കൊടുത്തു. അച്ഛനും മകനും കൂടി ഒന്നിച്ച് അത്താഴം കഴിച്ചു. അതിനുശേഷം അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിച്ചു. എന്നിട്ട് അച്ഛനെ കൊല്ലാനുള്ള മരുന്ന് ആ മകൻ അച്ഛൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആ മകനാണ് ഞാൻ എന്ന് പീറ്റർ അഡ്മിറൽ പ്രസംഗിക്കുകയാണ്. അപ്പം സദസ്സൊന്നടങ്ക് എഴുന്നേറ്റ് നിന്നാണ്. ദിസ് ഈസ് ലൈഫ്. ഇതാണ് ജീവിതം. വെരി ഇമോഷണൽ. വികാരങ്ങളില്ലെങ്കിൽ ജീവിതമില്ല. അതാണ് ഇന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് വേണ്ടത് വിദ്യാഭ്യാസമല്ല, വൈകാരിക വിദ്യാഭ്യാസമാണ്. ഇമോഷണൽ എഡ്യൂക്കേഷൻ. അത്രമാത്രം എനിക്ക് MSSൻ്റെ സമ്മേളനത്തിൽ പറയാൻ. പ്രത്യേകിച്ച് പ്രവാസി. എനിക്ക് ചില പ്രവാസികളെ കാണുമ്പോൾ പേടിയാവുകയാണ്. കഴിഞ്ഞ ദിവസം ചില പ്രവാസികളെടുത്ത് പോയി. മക്കളൊക്കെ നിൽക്കുന്ന നിപ്പ്. അവർക്ക് ഈ നാടും അറിയില്ല, ഇവിടുത്തെ ഭാഷയും അറിയില്ല. അവരെ ശരീരഭാഷ തന്നെ എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ട് തോന്നണില്ല.
ഇതെൻ്റെ കുഴപ്പമാണെങ്കിൽ അങ്ങ് മാപ്പ് തരാം. ഈ കുട്ടികൾ വന്ന് നിൽക്കുന്നൊരു നിപ്പുണ്ടല്ലോ, കുട്ടികൾ അവരെ മാതാപിതാക്കളെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ മാത്രമല്ല, ബോഡി ലാംഗ്വേജാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഷ. ഖുർആനിലൊരു സൂക്തമുണ്ട്, രണ്ട് സൂക്തം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മാതാപിതാക്കളുടെ കാര്യത്തിൽ. ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. മാതാപിതാക്കളോട് നീ ഉഫ് എന്ന് പോലും പറഞ്ഞു പോകരുത്. ഞങ്ങൾ ഒരിക്കൽ കണ്ണൂരിലൊരു അറബി സാഹിത്യ സെമിനാർ നടത്തി. അതിൽ ജോർദാനിലൊരു പ്രൊഫസർ വന്നു, അറബ് സാഹിത്യത്തിൻ്റെ ഒരു പ്രൊഫസർ. അദ്ദേഹം അരമണിക്കൂർ പ്രസംഗിച്ചത് ഖുർആനിലെ ഉഫ് എന്ന വാക്കിനെ കുറിച്ചാണ്. ഛേ, നീ നിന്റെ മാതാപിതാക്കളോട് ഛേ. ഞാൻ കേട്ടൊരു അത്ഭുത പ്രസംഗമാണത്. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുൽ. നീ നിന്റെ വിനയത്തിൻ്റെ ചിറകുകൾ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ താഴ്ത്തി കൊടുക്കണം. വിനയത്തിൻ്റെ ചിറക്, വിനയം എന്ന് പറഞ്ഞാൽ തന്നെ എളിമയാണ്. ചിറക് എന്ന് പറഞ്ഞാൽ അതൊന്ന് താഴ്ത്തും കൂടി വേണം. ഒന്നാമത് മലയാളം അറിയില്ല പല പ്രവാസി കുട്ടികൾക്കും. ഇറ്റ് ഈസ് എ ലോസ്. മാതൃഭാഷ അറിയാത്തവൻ മേൽവിലാസം നഷ്ടപ്പെട്ടവനാണ്. അഡ്രസ് ഇല്ലാത്തവനാണ് മാതൃഭാഷ അറിയാത്തവൻ. എല്ലാമുണ്ട്, അഡ്രസ് ഇല്ല. ഞാൻ ഒരു അമർത്യാസനെ കണ്ടു ഡൽഹിയിൽ വെച്ച്. എന്നോട് അമർത്യാസൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും അമർത്യാസൻ്റെ മകളുണ്ട് കൂടെ. ആ കുട്ടിയോട് അമർത്യാസൻ സംസാരിക്കുന്നത് ബംഗാളിയിലാണ്. സ്വന്തം മക്കളോട് മാതൃഭാഷയിൽ സംസാരിക്കുന്ന സമൂഹഘടനയുണ്ടാവും. മാതൃഭാഷ വെറും ഭാഷയല്ല, അത് അമ്മയാണ്. അമ്മ വിളമ്പിത്തന്ന കഞ്ഞിയാണ്, അച്ഛൻ്റെ വിയർപ്പാണ്. മാതൃഭാഷ നഷ്ടപ്പെട്ടവന് നഷ്ടപ്പെടുന്നത് സ്വന്തം പിതൃത്വവും മാതൃത്വവുമാണ്. ഒരിക്കൊരാൾ എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ പോയപ്പോൾ, ദുബായിൽ വെച്ചാണ്. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, മകൻ എൻ്റെ അടുത്ത് വന്നു. പിതാവ് എന്നോട് അഭിമാനത്തോടെ പറഞ്ഞു, സമദാനി സാഹിബ്, നിങ്ങൾ അവനോട് മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല, അവന് മലയാളം അറിയില്ല. ഇതെന്നോട് പറയണത് ബാപ്പയാണ്. ഇതെന്നോട് പറയണത് ഈ കുട്ടിയുടെ പിതാവാണ്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളും. കുറച്ച് കഴിയുമ്പോൾ കുട്ടികളിങ്ങനെ വൈകാരികമായി വേർപെട്ട്, മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട്, അതിപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതിപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഗർഭത്തിനും പ്രസവത്തിനും ഉള്ളത് ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പം ഞാനന്ന് എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു പോകാവൂ എന്ന്. അത് ഞാൻ എന്നോട് പറഞ്ഞതാണ്. ഖത്തറിലെ ഹോട്ടലിരുന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു പോകാവൂ. നിന്റെ നാട് എവിടെ എത്തിയെന്ന് നീ അറിയണം. ഇത് പുരോഗതിയാണോ? ഇവർക്കൊന്നും വിദ്യാഭ്യാസമല്ലേ? ഇതേ കോഴിക്കോട് ജില്ലയിലൊരു കുട്ടിയെ അടിച്ചു കൊന്നു സഹപാഠികൾ. ഞങ്ങളൊക്കെ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് റാഗിങ് പോയി മറയുന്ന കാലമാണ്. പ്രിയപ്പെട്ട VKP, ചെറിയ തോതിൽ റാഗിങ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഒരു ചെറിയ റാഗിങ് ഉണ്ടായി, മൈൽഡ് റാഗിങ്. വലിയ സിവിയർ റാഗിങ് ഉള്ളപ്പോൾ പോലും അതിനൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇന്ന് അടിച്ചു കൊല്ലുന്ന റാഗിങ്ങാണ്, അതുപോലുള്ളതാണ്. കാരണം ഒക്കെ ലഹരിയാണ്, ഇതൊക്കെ ലഹരിയിലാണ്.
സിനിമയിൽ പോലും ലഹരിയാണ്. നല്ല കഥയില്ല, നല്ല പാട്ടില്ല, ഇറച്ചി വെട്ടുന്ന മാതിരിയാണ് സിനിമയിൽ വയലൻസ്. പഴയ സംവിധായകർ, പഴയ ചലച്ചിത്ര സംസ്കാരം, നല്ല ഒന്നാം തരം കഥകൾ, എല്ലായിടത്തുണ്ട് ഈ മാറ്റം. സിനിമയിലുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയാണ്, നമ്മളല്ല, അവരെന്നെ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പുതിയ തലമുറ. പിന്നെ ഇതാണ് കയ്യിൽ വെച്ച് നടക്കുന്നത്. ഇന്ന് രാവിലെ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൻ്റെ അകന്ന ബന്ധത്തിലെ ഒരു പെൺകുട്ടി ചോദിച്ചു അത്രേ, മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളുടെ ഖുർആനിൽ പെൺകുട്ടി, അതെ പെൺകുട്ടി, മതത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഇവരൊക്കെ അവസാനം എവിടെ എത്തിച്ചേരുന്നുവെന്ന് ആലോചിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസാനം ഇവരെവിടെ എത്തുന്നു? എന്തൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അങ്ങനെ റാഗിങ് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് ജില്ലയിൽ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു. ആ കൊലയിൽ പങ്കെടുത്ത പ്രതികളുടെ മാർക്ക് വന്നിരിക്കുന്നു, പരീക്ഷാ റിസൾട്ട്. എല്ലാവർക്കും A+ ആണ്. അപ്പം എൻ്റെ തീസിസ് വിജയിച്ചിരിക്കുന്നു. മാർക്കല്ല പ്രശ്നം, വിദ്യാഭ്യാസമില്ലാത്തതല്ല പ്രശ്നം, മര്യാദയില്ല, മനുഷ്യത്വമില്ല, മൂല്യബോധമില്ല, പെരുമാറാൻ അറിയില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞ പെരുമാറാൻ അറിയില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൾച്ചർ അവൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ആണ്. ഇംഗ്ലീഷുകാരതിനെ മാനറിസം എന്ന് വിളിക്കും. നമ്മളെ പണ്ടത്തെ ആൾക്കാരെ ഇതിനെ അദബ് എന്ന് വിളിക്കും. അദബിനോട് പ്രശ്നമുള്ള ഒരു മാനറിസം എന്ന് പറഞ്ഞോ, സംഗതി ഒന്നാ. അദബൊന്നും വേണ്ട എന്നാണ് നിൻ്റെ അഭിപ്രായം, എന്നാൽ മാനറിസം എന്ന് പറഞ്ഞോ. അയാളൊരു ബാഡ് മാനേഴ്സിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അയാൾ മോശക്കാരനാണ്. എവിടെയും സംസ്കാരമാണ് ജയിച്ചു നിൽക്കുന്നത്. അദ്ദബനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ മാനേഴ്സ് പഠിപ്പിച്ചിരിക്കുന്നു. അഹ്സനത്ത് ദീബി, ഏറ്റവും നല്ല അദബ് എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നുവെന്ന് പുണ്യ റസൂലിൻ്റെ ഒരു തിരുവചനമുണ്ട് സല്ലല്ലാഹു. ഇത് പറയുന്നത് പുണ്യ നബിയാണ്, എന്നെ പഠിപ്പിച്ചിരിക്കുന്നു, മനുഷ്യർക്കിടയിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇപ്പം എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്? അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. സാംസ്കാരികമായ വലിയ ശോഷണം ഇന്ന് അതിഭീകരമായ താണ്ഡവമാടുകയാണ്. അത് അങ്ങാടിയിലല്ല, സമൂഹത്തിലല്ല, ന്യൂയോർക്കിലല്ല, ലണ്ടനിലല്ല, കേരളക്കരയിൽ, വീടകങ്ങളിൽ അത് കാണാതെ പോകുന്നുവെങ്കിൽ ആ രക്ഷിതാക്കളുടെ പരാജയമാണ്, സമൂഹത്തിൻ്റെ പരാജയമാണ്. ലഹരി ബാധിക്കാത്തവരെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടിയൊക്കെ വെച്ച് മുട്ടുക തട്ടുകയൊക്കെ ചെയ്താൽ അവരോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, വേഗം പോയിക്കോ. എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്ന് പറയാൻ കഴിയില്ല. മഞ്ചേരിയിൽ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത്. ഞാൻ മലപ്പുറത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കാലമായിരുന്നു ലോക്സഭയിലേക്ക്. വണ്ടി നിർത്തിയതിനെപ്പറ്റി ചെറിയൊരു കശപിശ, വളരെ റോങ്ങായിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഈ കൗൺസിലർ പോയിട്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഒരു കരിങ്കല്ലുകൊണ്ട് അവൻ ഒറ്റയടിയാണ്, അവിടെ വെച്ച് മരിച്ചു. മഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയുടെ അംഗമായ കൗൺസിലർ, നല്ലൊരു ചെറുപ്പക്കാരൻ. ഈ ഒറ്റ ചോദ്യത്തിന് ലഹരിയാണ്. ഇതെവിടൊക്കെ എങ്ങനെയൊക്കെയെന്ന് പറയാൻ കഴിയില്ല. അതിനെ സഹായം ചെയ്യുന്ന ക്യാമ്പസുകൾ, അതിനെ പാലൂട്ടി വളർത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, മൂല്യങ്ങളെ തകർക്കുന്ന സമീപനങ്ങൾ, ഇതായിരിക്കണം സമൂഹത്തിൻ്റെ വലിയ അജണ്ട. സംസ്കാരത്തിൻ്റെ നിർമ്മാണം, ഗാന്ധിയിലേക്കുള്ള മടക്കം, സാമൂഹിക പ്രമാണങ്ങളിലേക്കുള്ള മടക്കം, അത്
സ്വായത്തമാകട്ടെ, അതിന് സാധിക്കട്ടെ.